Trans Logistics. Around the clock, around the globe. ഇത് കണ്ടോ, മുംബൈയില് ഏകദേശം 20 ലക്ഷത്തോളം മലയാളികൾ താമസിക്കുന്നുണ്ട് അത്രേ. എന്താ ഇത്ര അത്ഭുതോ? നമ്മൾ അരിച്ചത് പെറുക്കിയാല് അത്ര തന്നെ സമാജം വരില്ല ഈടാന്ന്. അത് ശരിയാ ചേട്ടാ, ഇവിടെ നമ്മളെക്കാൾ കൂടുതൽ മലയാളി സമാജങ്ങളാ അധികം. അതെ, ചീട്ടുകളിക്കാർക്ക് മാത്രം മലയാളികൾ ഇവിടെ സംഘടന രൂപീകരിച്ചിട്ടില്ല. ഞാൻ അതൊന്നും ആലോചിച്ചാലോ. അതെ, എന്നിട്ട് ബാലേന്ദ്രമേനോ സിനിമ പോലെ പ്രസിഡന്റും ഖജാഞ്ചിയും സെക്രട്ടറിയും ഒക്കെ നീ തന്നെ ആയിക്കോ. ഞമ്മക്ക് വെളുത്ത് പിടിച്ചിരിക്കുന്നു. ആ പേരിന്റെ ബാലിന്റെ അറ്റത്ത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടി ചേർത്താല് അംബാനി പോലും ഞമ്മക്ക് സംഭാവന ചെയ്തു. സാറ് അത് പറയുന്നു. ഇവിടെ നായരും നമ്പ്യാരും വാര്യർ പിഷാരടി നമ്പൂതിരി ഈഴവ ക്രിസ്ത്യൻ തുടങ്ങിയ ജാതി സംഘടനകൾ തന്നെ കാണും ഒരു 100 എണ്ണം. അതിന്റെ കൂടെ ഇതുകൂടെ മലയാളികൾ അങ്ങ് സഹിച്ചോളൂന്ന്. അത് മാത്രോ, പിന്നെയും കിടക്കല്ലേ കണ്ണൂര്, പാലക്കാട്, കൊടുങ്ങല്ലൂര്, പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞ പ്രാദേശിക ഗ്രൂപ്പുകൾ. പിന്നെ നമ്മുടെ തൃശ്ശൂരും. തൃശ്ശൂരിനുള്ള കളിയില്ല. നാരായണീയം, അയ്യപ്പൻ പൂജ, ഈസ്റ്റർ, ക്രിസ്മസ്, കർക്കിടക സംക്രാന്തി, അങ്ങനെ ഭക്തിമാർഗത്തിൽ കുറെ വേറെ സംഘടനകൾ. പണ്ട് നമ്മുടെ ഒരു കവി പാടിയ വരികളുണ്ടല്ലോ, അതിപ്പോ മുംബൈയിൽ ഇങ്ങനെ ചൊല്ലാം: എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെ എല്ലാം മലയാളി ഗ്രൂപ്പ് മാത്രം. ദേ കിടക്കണോ ഈ പദവികള്, സ്റ്റേജ്, മൈക്ക്, ഈ പുരസ്കാരങ്ങള്, ഇതൊക്കെ മലയാളിക്കൊരു വീക്ക്നെസ് അല്ലേന്ന്. നടക്കട്ടെ. അല്ല പിന്നെ